കണ്ടോ എന്ത് കഷ്ടപ്പെട്ടാണ് വരുന്നതെന്ന് നോക്കണം. തീരെ താന്നാണ്, കുനിഞ്ഞുമാണ്. ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. ഇതേ അവർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കടലിനടിയിലെ പവിഴപ്പുറ്റ് പോലെയാണ് ഈ ഗുഹയ്ക്കകത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ നിന്ന് ഏതാണ്ട് 27 കിലോമീറ്റർ ദൂരത്തിൽ കൊടും കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മാതർകൊണ്ട എന്ന് പറയുന്ന ഗുഹയുടെ കവാടത്തിന് മുന്നിലാണ്. ഇവിടെ എന്നെ ഗുഹ കാണിക്കാനായിട്ട്, എന്നെയും ലക്ഷ്മണനെയും ഗുഹ കാണിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്, പിള്ളേരുണ്ട്. ഇവരും ഇവിടെ 2-3 ചേട്ടന്മാരുണ്ട്. ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ, ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. ഇവരെല്ലാവരും ഇവിടെ വന്നേക്കും ഞങ്ങളെ ഗുഹ കാണിക്കാനായിട്ട്. കഴിഞ്ഞ ഭാഗത്തിലെ ഈ ഗുഹയിലേക്കുള്ള എൻ്റെ യാത്ര നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദിവാസി ഊരുകളിൽ കൂടിയാണ് ഞങ്ങൾ സ്കൂട്ടറിൽ യാത്ര ചെയ്ത് ഇങ്ങോട്ട് എത്തിയത്. ഇപ്രാവശ്യം നമ്മൾ ഈ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇതിനുള്ളിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് വർഷം, 10 ലക്ഷം അല്ല അതിൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു ലൈംസ്റ്റോൺ കേവാണ് ഇത്. ഇതിനകത്തുള്ള ലൈംസ്റ്റോൺ ഫോർമേഷൻസും മറ്റുമാണ് നമ്മൾ ഇപ്രാവശ്യം കാണാൻ പോകുന്നത്. ഏതാണ്ട് 300 മീറ്ററോളം നീളവും 60-70 അടിയോളം താഴ്ചയുമുണ്ട് ഈ ഗുഹയ്ക്ക്. അപ്പോൾ ശരി, നമുക്കിനി ഈ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ച് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതുപോലെയുള്ള ഗുഹയ്ക്കകത്തെ ഈ ലൈംസ്റ്റോൺ ഫോർമേഷൻസിന് പറയുന്ന പേര് സ്റ്റാലക്ടൈറ്റും സ്റ്റാലഗ്മൈറ്റും എന്നുമാണ്. മുകളിൽ നിന്ന് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നത് സ്റ്റാലക്ടൈറ്റും താഴെ നിന്ന് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നത് സ്റ്റാലഗ്മൈറ്റും എന്നാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പുകൽ പുറ്റ് എന്നാണ്. വളരെ ഇടുങ്ങിയ ഗുഹാ കവാടത്തിൽ കൂടി സേഫ്റ്റി ഹെൽമെറ്റൊക്കെ വെച്ച് ഞാനും എൻ്റെ കൂടെ സഹായിയായിട്ടുള്ള ലക്ഷ്മണും അതുപോലെ ഞങ്ങളെ ഈ ഗുഹ കാണിക്കാനായിട്ട് വന്ന ഇവിടുത്തെ ലോക്കൽ ആദിവാസി ട്രൈബിൽ നിന്നുള്ള ഗൈഡും പിന്നെ നമ്മൾ കുറച്ച് കുട്ടികളെ കണ്ടു ആദിവാസി ഊരിൽ നിന്ന് വന്ന്. അവരും കൂടെ കൂടി ഇതിനുള്ളിലേക്ക് താഴോട്ട് ഇറങ്ങി. വാട്ടർ ഇറോഷന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ജലം ഒഴുകി അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ലൈംസ്റ്റോൺ ഫോർമേഷൻസ് ഇങ്ങനെയുള്ള ഗുഹകളിൽ ഉണ്ടാകുന്നത്. तो इसको हाँक भी है। इसको मतलब जैसे टॉर्च दिखाएंगे, इसको दिखेगा नहीं। जैसे बाहर निकालेंगे, बाहर इसको दिखेगा नहीं, बस अंधेले में दिखेगा इसको। तो ये मतलब कई सालों से मतलब अंधेले में रहने का उसको आदत सा हो गया, मतलब अंधेले में रहने। ഇരുട്ടിൽ ജീവിക്കുന്ന തവളകളാണിത്. ഇവയ്ക്ക് കണ്ണ് കാണാൻ മേല. ഇരുട്ടിൽ പക്ഷെ നന്നായിട്ട് കണ്ണ് കാണാൻ പറ്റും. വെളിച്ചത്തിൽ കണ്ണ് കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. सर यहाँ पे एक पत्थर है, तो इसको माइका बोलते हैं सर। इसको क्या बोलते हैं? माइका। अच्छा सुपर। हाँ, तो ये एक्टिव है अभी। मतलब जैसे बरसात हो रहा था ना, तो यहाँ पे बन रहा था। तो बरसात बंद हो गया, तो अभी बन नहीं रहा है। अच्छा। तो ये काफी चमकीला पत्थर है, इसको माइका बोलते हैं। तो ये कुछ कैल्शियम कार्बोनेटेड पानी के साथ क्रिया होके जो बनता है। ഇത് മൈക്കയാണെന്നാണ് പറഞ്ഞത്. വെള്ളം ഒഴുകി ഉണ്ടായാണ്. അത് പൂർണ്ണമായിട്ടില്ല. വെള്ളം ഇങ്ങനെ ഒഴുകി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും ഇതൊക്കെ ഇങ്ങനെ ആകാനായിട്ട്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. താഴോട്ട് വീണ്ടും ഇറങ്ങുവാണ്. 70 അടി വരെ താഴ്ചയുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം സൂക്ഷിച്ചിറങ്ങിയില്ല തലയും കുത്തി താഴെ വീഴും. आप वीडियो लेंगे, मैं नीचे जाके आपसे फिसल सोड़ा भीतर लोग बेटिया मन हाँ लक्ष्मण आई ഇത്ര കഷ്ടപ്പെട്ട് ഇറങ്ങുന്നതെന്നുള്ളത് കാണുന്നുണ്ടായിരിക്കും എല്ലാവരും. होना है। तो सर यहाँ एक मुकुट टाइप का है, तो यहाँ के जो लोकल है ना, राजा के मुकुट से इसको मानते हैं ऐसा। ओ राजा के मुकुट जी। तो उसी के जो शेप में बना हुआ है। ये भी नेचुरल है, जो पानी के कटाव से बना हुआ है। तो ये सब इस टाइप का है।
ഇത് മറ്റൊരു ലൈംസ്റ്റോൺ ഫോർമേഷനാണ്. വെള്ളം ഗുഹയ്ക്കകത്ത് ഇങ്ങനെ നിറഞ്ഞിട്ട് കാലവർഷ സമയത്ത് ഇതിങ്ങനെ ചുഴി പോലെ മുകളിലോട്ട് കറങ്ങി കറങ്ങി ഒഴുകിയതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. ഇവര് ലോക്കൽസ് രാജാവിന്റെ കിരീടം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ പാറക്കല്ലിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അല്ല ഐസ് പോലെ ഇരിക്കുന്നതെങ്കിലും ഭയങ്കര ചൂടാണ് ഇതിൻ്റെ അകത്ത്. ഹ്യൂമിഡിറ്റി അതിഭീകരമായിട്ടുള്ള ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് നല്ല ചൂടാണ്. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഇറങ്ങുന്നതെങ്കിലും ഈ പിള്ളേരും ഈ ഗൈഡും ഒക്കെ ചുമ്മാ പുട്ടുപോലെ ചാടി ആണ് ഇറങ്ങുന്നത്. ഇതൊക്കെ പ്രകൃതിയുടെ ആർട്ട് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് മനോഹരമാണ് ഇതിൻ്റെ അകത്ത്. വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട്. ഇവരുടെ കയ്യിലിരിക്കുന്ന എൻ്റെ കയ്യിൽ ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇവരുടെ കയ്യിൽ വലിയ ലൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. വെള്ളം ഒഴുകി ഒഴുകി തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. എല്ലാം ലൈംസ്റ്റോൺ ഫോർമേഷൻസ് ആണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ ഗുഹയ്ക്കകത്ത് ഫുള്ള് വെള്ളമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഈ ഗുഹയിലോട്ട് ആർക്കും പ്രവേശനമൊന്നുമില്ല. കുറെ മുറികൾ പോലെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട മുറി അല്ലെങ്കിൽ വലിയ ഒരു ഹാള് പോലെയുള്ള പ്രധാന ചേംബറാണിതെന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഗൈഡ് പറഞ്ഞത്. ഇപ്പം ഇതൊരു മെഡിറ്റേഷൻ ഹാള് പോലെയാണ്, ചെറിയ പ്രാർത്ഥനാമുറി പോലെ. ഇവിടെ ചെറിയ ചില ദൈവങ്ങളുടെ പ്രതിഷ്ഠകളൊക്കെ കാണുന്നുണ്ട്. लोकल ही है, लेकिन जो यहाँ के जो बुजुर्ग लोग हैं तो वो सब यहाँ पे रख दिए हैं, मतलब पूजा पाठ जो भी है ये करते हैं यहाँ पे। आप लोगों का बुजुर्ग है ना? वो अपने गांव वाले हैं। ये कौन सा मूर्ति है? ये जो दिख रहा होगा सर, ये जो बूढ़ा देव है और ये जो नंदी है, ये जो बना के यहाँ पे तो नंदी है ना, तो वो शिव होगा ना जी। तो ये सब ला के रख दिए हैं बाकी, और ये सब ये क्या ही है। ഇവിടുത്തെ ആദിവാസികളിലെ ആരാധനാമൂർത്തികളാണ് ഇവിടെ ഈ വെച്ചിരിക്കുന്നതൊക്കെ. ബൂഢാദേവ് നന്ദി എന്നാണ് പറഞ്ഞത്. ബൂഢാദേവ് എന്ന് പറഞ്ഞാൽ ഇവർ ശിവനെ ബൂഢാദേവ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഈ ഗൈഡുമാരെയൊക്കെ പൂർവികരാണ് ഇതിവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇപ്പോഴും ഇവരിവിടെ വന്ന് ആരാധിക്കാറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓ അച്ഛാ അച്ഛാ അച്ഛാ. ആ ഇത് തട്ടിക്കഴിയുമ്പോൾ ഇതിൽ മ്യൂസിക് വരുന്നുണ്ട്. അതാണ് ഈ കല്ലിന്റെ പ്രത്യേകത. എന്നെ ഭയങ്കരമായിട്ട് അണയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഓക്സിജന്റെ കുറവുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ പിള്ളേർക്കും കൂടുതലുള്ള ഗൈഡിനൊന്നും ഒരു പ്രശ്നമില്ല. ഭയങ്കരമായിട്ട് ഇടുങ്ങിയ ഭാഗമാണ്. കുനിഞ്ഞ് വേണം പോകാനായിട്ട്. കുനിഞ്ഞല്ല, ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് വേണം പോകാനായിട്ട്. എനിക്ക് പൊക്കവും കൂടെ ഉള്ളതുകൊണ്ട് ഇരുന്ന് നിരങ്ങിയാണ് ഞാൻ പോരുന്നത്. പുറയിൽ ഇട്ടിരിക്കുന്ന ബാഗൊക്കെ മുകളിൽ മുട്ടുന്നൊക്കെ ഉണ്ട്. ഈ മോളിൽ കാണുന്നതൊക്കെ ലൈംസ്റ്റോൺ ഫോർമേഷൻസ് ആണ്. ഈ മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് തൂങ്ങി നിൽക്കുന്നത് വെള്ളം ഇങ്ങനെ താഴോട്ട് തുള്ളി വീണുണ്ടായതാണ്. ഇതിനെ സ്റ്റാലക്ടൈറ്റ് എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലോട്ടും ഉണ്ടാവും. അതിനെ സ്റ്റാലക്മൈറ്റ് എന്നും പറയുന്നത്. ഇത് സൂപ്പറായി. നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതൊക്കെ. എത്ര ഭംഗിയാണ്, എന്ത് രസമാണ് കാണാൻ ഇതൊക്കെ. രക്ഷയില്ല. വീണ്ടും ഞങ്ങൾ താഴോട്ട് പോവാണ്. കുറേ താഴോട്ട് വന്നു. ഇനി താഴോട്ട് ഇവിടെ 2 വഴിയുണ്ട്. അതിൽ ഒരു വഴി കൂടി ഇപ്പോൾ ഈ പോരുന്നത്. तो आगे भी है, लेकिन उधर लेके नहीं जाते हैं सर. थोड़ा ऊपर चढ़ना है, रिस्की है. उधर लेके नहीं जाते. इसका कोई एंडिंग नहीं है अभी तक. मतलब एंडिंग नहीं है. उतना मतलब आगे रास्ते मिलते जाएंगे. हाँ ये यहाँ से जाता है क्या? हाँ यहाँ से. यहाँ थोड़ा पानी भी है. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൽ മുകളിലോട്ട് കയറി പോവാം. പക്ഷേ കുറച്ച് പാടാണ്, റിസ്ക് ആണ്. അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങോട്ട് പോകാനായിട്ട് അനുവാദം ഇല്ലെന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഇവിടെ വരെ കൊണ്ട് നിർത്തുകയാണ്. 300-350 മീറ്ററാണ് ഈ ഗുഹയുടെ നീളം എന്നാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും ജഗദൽപൂരിൽ ഖങ്കേർ വാലിയിൽ കാണാൻ വന്നത് നമ്മുടെ കുടുംസാർ കേവ് കാണാനായിട്ടാണ്. എന്തായാലും ഭാഗ്യമില്ലാത്തതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അതിൻ്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഗുഹയാണ്, പക്ഷെ അത് ഇതിനേക്കാളും കുറച്ചും കൂടെ
വലുതാണ്. ഇതിനേക്കാളും കുറെ കൂടെ നീളമുണ്ട്. ഇതിനിപ്പോൾ 300-350 മീറ്റർ ഉള്ളെങ്കിൽ അതിന് ഏകദേശം 1 കിലോമീറ്ററോളം നീളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി ഒരിക്കൽ കാണാൻ വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. नेड़ इसको क्या कहता है? इसको हमारा रूप है ना, उसको क्या कहता है? हमारा प्रतिबिंब है ना, यहाँ पे देख रहा है ना। हाँ हाँ, छाया। इस साइड से लगा तो ये मोबाइल का छाया रहता है। यहाँ से हाँ, ऐसा तो ये इससे अच्छे तरह से मिलेगा। अच्छा। വെള്ളം ഒഴുകി ഉണ്ടായതാണ് ഇതൊക്കെ ഇങ്ങനെ. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം ഇതൊക്കെ ഇങ്ങനെ ആകാനായിട്ട്. എത്ര ശക്തിയിൽ വെള്ളം ഒഴുകിയെങ്കിലാണ് ഇതിങ്ങനെ വരുന്നതെന്നുള്ളത് ഓർക്കണം. इस तरफ से इस तरफ से लाइट करना, नहीं तो वो छाया आएगा. वहाँ से लाइट नहीं मत करना. എന്ത് കഷ്ടപ്പെട്ടാണ് വരുന്നതെന്ന് നോക്കണം. തീരെ താന്നാണ്, കുനിഞ്ഞു വേണം. ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. ഇത് അവർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കടലിനടിയിലെ പവിഴപ്പുറ്റ് പോലെയാണ് ഈ ഗുഹയ്ക്കകത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. വെള്ളത്തുള്ളിയിൽ ഇങ്ങനെ തുള്ളി നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഈ വെള്ളം തുള്ളി വീണാണ് ഈ ഷേപ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ തുള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ തുള്ളി വെള്ളം. അപ്പോൾ എത്ര ആയിരക്കണക്കിന് കോടിക്കണക്കിന് 10,000 കോടിക്കണക്കിന് വെള്ളത്തുള്ളികൾ വീണെങ്കിലാണ് ഇതുപോലെ ഉണ്ടാകുന്നതെന്നുള്ള ആലോചിച്ചാൽ മതി. ഇത് ഇവിടെ നിന്നൊക്കെ ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു കഷ്ണം. എന്ത് രസമാണെന്ന് നോക്കുക കാണാനായിട്ട്. സൂപ്പറാണ്. सर ये जो बनता कैसे उसके बारे में हाँ। तो जैसे यहाँ का जो पानी है ना, हाँ। नीचे गिर रहा है। ओ, तो अच्छा, गिरने अच्छा। की वजह से ये जो बन रहा है नीचे से, हाँ, हाँ। तो नीचे से भी बनते टच नहीं करना है सर, हाँ, हाँ। क्योंकि ये जो बनता नहीं है इसका ग्रोथ रुकता है अच्छा, अगर अच्छा। छुएंगे तो। हाँ। तो जैसे ऊपर का जो पानी नीचे टपकने के कारण नीचे से बनता है और ऊपर से भी बनते आता वो है। पानी आने से कारण है। हाँ तो ऊपर का होता है स्टेलेक्टाइट, हाँ। नीचे का होता है स्टेलेक्टाइट। हाँ। तो जैसे सेलेक्ट दोनों- टाइप ए सेलेक्ट माइन। हाँ, स्टेलेक्टाइट हाँ, स्टेलेक्टाइट। हाँ। तो जैसे दोनों आपस में जुड़ जाएंगे, जैसे ये जुड़ा हुआ है, हाँ। इसको एक ड्रिफ्ट स्टोन भी बोलते ओ, हैं इसे- या पिलर भी बोलते हैं। ओ अच्छा। तो- क्या बोलते हैं? ड्रिफ्ट स्टोन बोलते हैं इसको। ड्रिफ्ट स्टोन। हाँ, जो जुड़ा हुआ हाँ, है, या हाँ। पिलर भी बोल सकते हैं। ओ अच्छा। तो जैसे ये जो बनने के लिए ना कई लाखों करोड़ साल लगते हैं। ഇതൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് വെള്ളം തുള്ളി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം തുള്ളി വീണ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇത് നീണ്ടു വരും. അതുപോലെ തന്നെ ഈ വെള്ളം വീഴുന്നതിൻ്റെ ഫലമായിട്ട് ഇത് പതുക്കെ മുകളിലോട്ട് പൊങ്ങിയും വരും. അങ്ങനെ ഇത് രണ്ടും കൂടെ ഇതുപോലെ കൂട്ടിമുട്ടുമെന്നാണ് പറഞ്ഞത്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളെടുക്കും ഇങ്ങനെയൊക്കെ ആകാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് ഒരു ഡ്രിഫ്റ്റ് സ്റ്റോൺ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഡ്രിഫ്റ്റ് സ്റ്റോൺ ഇതിൽ നിന്ന് താഴോട്ട് മുട്ടുമ്പോഴത്തേക്കും ഒരു കോടി വർഷങ്ങൾ എങ്കിലും കഴിഞ്ഞിരിക്കും എന്നാണ് ചുരുക്കം. ഇന്ന് തന്നെ ചില അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വന്നത് വേർത്ത് കുളിച്ചു. ഭയങ്കരം ചൂടാണ്. ചൂടല്ല, ശരിക്കും ഹ്യൂമിഡിറ്റിയാണ്. पहले सर यहाँ पे अपने से आते थे और ओ। बिना गाइड के आते थे, तो ये सब हाँ, अभी ऐसे करने को ये सब मना है सर। मना करना है. वो पीट क्या मार खाने पर भी वो सब जोड़ देता है. तो सर यहाँ पर कटाव हाँ, वो बड़ा है ना. तो काफी बड़ा है, इसे देख लेंगे, आगे नहीं जाएंगे। नहीं, यहाँ तक ही जाएगा. हाँ, वहाँ मतलब गड्ढा है सर वहाँ। अच्छा. नहीं नीचे नहीं जाएगा. ओ ऐसा है. लाइट देगा. एक गुफा बोले यार, ऐसे होती काले, लेकिन का मतलब पूरा माटी से ऐसे नहीं। एक बार लाइट वहां पर लगा दी. इधर
ഇത് ഭയങ്കര ഒരു കിണർ പോലെ കുഴിയാണ്. ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പുറത്തോട്ട് കുഴിയാണ്. അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ ഇവിടെ കമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് എടുത്താണ് അവർ. അപ്പൊ ഈ കഥ പോവുക. അപ്പൊ ഈ ഗുഹയ്ക്കകത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി. ഒരു 5 മിനിറ്റ് ഞങ്ങൾ മുമ്പേ കണ്ട ആ ഹാളില് ഭഗവാൻ ശിവന്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ മുകളിലോട്ട് കയറുകയാണ്. नाम बताइए आप. तो मेरा नाम चेतन बघेल है. चेतन बघेल. आप गाइड है ना? हाँ, गाइड है यहाँ के. बहुत धन्यवाद, आपने अच्छी तरह से सब मेरे को बता दिया. हाँ, आपका नाम बूझी? मेरा नाम बुद्रम कवासी है सर. बुद्रम कवासी. और आपका नाम? वो शोर से बजा दे, बताओ. बुद्रम बेंजाम. बेंजाम. अच्छा अच्छा. आपका गांव कौन सा? मादर कोंटा सर. मादरकोंडा. मादर. और आपका ट्राइब? ट्राइब दुर्वा सर. दुर्वासा. जी दुर्वा. दुर्वा. लैंग्वेज? लैंग्वेज भी दुर्वा ही है. दुर्वा ही. अच्छा अच्छा अच्छा. धन्यवाद. मेरा नाम लकीराम कश्यप है. कितने क्लास में? 8th क्लास में. आपका नाम? मेरा नाम संतोष नाग. संतोष नाग. क्लास 8th. हाँ. मेरा नाम विकेश्वर कश्यप है. आप तो स्लाइड लगा है. हाँ. मेरा नाम है रुपेश मंडावी. 9th क्लास. वाह, तो आप तो बड़ा है लेकिन इन लोगों से छोटा दिखता है. मेरा नाम सुनील मंडावी. मैं कक्षा 9वीं का छात्र. मेरा नाम कमलेश मंडावी. मैं कक्षा 3. बोलिए, उसका नाम बोलिए. गुलेर. गुलेरी. മാതർകോണ്ട ഗുഹ കണ്ടിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. മുകളിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഒരു 10-200 മീറ്റർ. ഇത് കങ്കേർ നദിയാണ്. കങ്കേർ നദി കങ്കേർ വാലി നാഷണൽ പാർക്കിൽ കൂടെ ഒഴുകുന്ന കങ്കേർ നദിയാണ്. ഇവിടെ വലിയ വലിപ്പമൊന്നുമില്ല, ചെറുതാണ്. അപ്പോൾ ശരി, ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ നിന്നും പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.